ഓം നമോ ഭഗവതേ വാസുദേവായ. പിത്രാ മാതൃമുദേ സ്തവാഹൃതവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമധാകൃതവ്രണമുനിം പ്രാപ്യാഗമഃ സ്വാശ്രമം. പദാനുപദം. അധ അനന്തരം പിത്ര പിതാവിനാൽ മാതൃമുദേ അമ്മയുടെ രേണുകയുടെ സന്തോഷത്തിനായി സ്തവാഹൃതവിയദ്ധേനോഹോ നിജാത് ആശ്രമാത് സ്തുതികളാൽ കൊണ്ടുവരപ്പെട്ട വിയദ്ധേനുവിനെ സ്വർഗധേനുവിനെ കാമധേനുവിനെ തൻ്റെ ആശ്രമത്തിൽ നിന്ന് എത്തിച്ചു. ഭൃഗോഹോ ഗിര ഭൃഗുമുനിയുടെ നിർദ്ദേശപ്രകാരം ത്വം അങ്ങുന്ന് പരശുരാമനായ അങ്ങ് പ്രസ്ഥായ പുറപ്പെട്ട് ഹിമഗിരൗ ഹിമാലയത്തിലെത്തി ഗൗരീപതിം ആരാധ്യ ശിവനെ ആരാധിച്ചിട്ട് തത്പരശും അദ്ദേഹത്തിൻ്റെ പരശുവിനെ മഴു എന്ന ആയുധത്തെ ലബ്ധ്വാ നേടി തദുക്തദനുജാച്ഛേദി അദ്ദേഹം പറഞ്ഞുകൊടുത്ത അസുരന്മാരെ വധിച്ച് മഹാസ്ത്രാദികം ദിവ്യമായ അസ്ത്രം മുതലായവ പ്രാപ്തഃ അധ നേടിയ ശേഷം അകൃതവ്രണമുനിം അകൃതവ്രണൻ എന്ന മുനിയെ മിത്രം പ്രാപ്യ മിത്രമായി സമ്പാദിച്ച് സ്വാശ്രമം ആഗമഃ തൻ്റെ ആശ്രമത്തിലെത്തി. വിവർത്തനം. അനന്തരം ജമദഗ്നി മഹർഷി പത്നിയായ രേണുകയെ സന്തോഷിപ്പിക്കുന്നതിനായി സ്വർഗത്തിൽ നിന്നു കാമധേനുവിനെ സ്തുതിച്ചു വരുത്തി ആശ്രമത്തിൽ താമസിപ്പിച്ചു. ഭൃഗു മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ആശ്രമത്തിൽ നിന്നു പുറപ്പെട്ടു ഹിമാലയത്തിലെത്തി ശിവനെ ആരാധിച്ചു സംപ്രീതനാക്കി. അദ്ദേഹത്തിൽ നിന്നു വെൺമഴു നേടുകയും അതുപയോഗിച്ച് ശിവൻ പറഞ്ഞ അസുരന്മാരെ വധിക്കുകയും ചെയ്തു. വേറെയും ദിവ്യായുധങ്ങൾ ശിവനിൽ നിന്നു നേടിയ ശേഷം അകൃതവ്രണൻ എന്ന മുനിയെ മിത്രമായി സ്വീകരിച്ച് തൻ്റെ ആശ്രമത്തിൽ മടങ്ങിയെത്തി. ഹരേ കൃഷ്ണ.